താരങ്ങളുടെ തമ്മിലടി വാർത്തകൾ കുറേ ദിവസമായി വന്നുകൊണ്ടേയിരിക്കുന്നു. താരസംഘടന അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ നാടകീയ രംഗങ്ങളാണ് നടക്കുന്നത്. യോഗവേദിയിൽ കയറി രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പ്രസിഡന്റായ ശ്വേതാ മേനോൻ. വാർഷിക റിപ്പോർട്ടിനെ ചൊല്ലിയും യോഗത്തിൽ വലിയ വാക്കേറ്റം തന്നെയുണ്ടായി. റിപ്പോർട്ടിൽ വ്യക്തതയും കണക്കുകളിൽ പിഴവുമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു, രഞ്ജി പണിക്കർ തുടങ്ങിയവർ എതിർത്തതോടെ വാർഷിക റിപ്പോർട്ട് പാസ്സാക്കാനായില്ല. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, രാവിലെ തുടങ്ങിയതാണ് ചർച്ച. ഇതുവരെ അവതരിപ്പിച്ച റിപ്പോർട്ട് പാസ്സാക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പരിഹാരമാകാത്ത എന്ത് പ്രശ്നമാണ് അമ്മയിലുള്ളത്? മധു, ഏറ്റവും പ്രധാനം ഈ വാർഷിക റിപ്പോർട്ടിലെ കണക്കുകളിൽ സുതാര്യതയില്ല എന്ന ഗുരുതരമായ വിമർശനമാണ് മുതിർന്ന താരങ്ങളടക്കം അംഗങ്ങളിൽ ഒരു വിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം. അവർ പറയുന്നത്, ഒന്ന്, ഈ ബൈലോ പ്രകാരം 25 ദിവസം മുൻപേ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കി അംഗങ്ങൾക്ക് നൽകി മാത്രമാണ് ജനറൽ ബോഡി വിളിക്കേണ്ടത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ജനറൽ ബോഡി തന്നെ നിയമവിരുദ്ധമാകുന്നുണ്ട്. ആ കാരണം കൊണ്ട് മറ്റൊന്ന്, കണക്കുകളിൽ തീരെ സുതാര്യതയില്ല. അതിന് ശ്വേതാ മേനോൻ പറഞ്ഞ മറുപടി ട്രഷറർ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അതായത് അവർ ഉണ്ണി ശിവപാലിനെ നിർബന്ധിത അവധിയിൽ പോകാൻ നിർദ്ദേശിക്കുകയും അച്ചടക്ക നടപടി സ്വീകരിക്കുകയുമാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. 45 ദിവസത്തെ സമയം തന്നാൽ അത് ശരിയാക്കി അവതരിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് ശരിയാക്കി അംഗങ്ങൾക്ക് അത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കഴിയും. അപ്പോൾ അതിനുള്ള അനുമതി ജനറൽ ബോഡി നൽകിയാൽ മതി എന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഈ കാര്യത്തിൽ ഗുരുതരമായ പിഴവുകൾ കണക്കുകളിലുണ്ട്. പണം ചിലവഴിക്കുന്ന കാര്യത്തിലടക്കം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സുതാര്യതയില്ലായ്മ എന്ന ഗുരുതരമായ പ്രശ്നമാണ്. ഈ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയുകയില്ല. 45 ദിവസം എന്ന ആവശ്യവും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് താരങ്ങൾ സ്വീകരിച്ചത്. നടൻ ബാബുരാജാണ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. സിദ്ദിഖും രഞ്ജി പണിക്കരും ഇടവേള ബാബുവും അടക്കമുള്ള താരങ്ങളും അവരുടെ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചു. അതായത് ഈ കാര്യത്തിൽ സുതാര്യതയില്ലായ്മ, പണത്തിന്റെ ചിലവായിക്കോട്ടെ, സ്വീകരിച്ച തുകയായിക്കോട്ടെ, മുൻപ് പല കാര്യങ്ങൾക്കും വേണ്ടി പണം വിനിയോഗിച്ചതാകട്ടെ, കുഴപ്പങ്ങളുണ്ട് എന്ന വിമർശനം ഉയർന്നു വന്നു. ഇതുകൂടാതെ സംഘടനയെ, ആ സംഘടനയുടെ സ്വതന്ത്ര സ്വഭാവത്തിന് വിഘാതമാകുന്ന പല കാര്യങ്ങളും ഇടപെടലുകളും ഉണ്ടായി. തിരഞ്ഞെടുപ്പ് കാലത്തടക്കം ഒപ്പം സംഭാവന സ്വീകരിക്കുന്നതിന് ഘട്ടത്തിലടക്കം ജാഗ്രതയില്ലാത്ത ഇടപെടലുകൾ ഉണ്ടായി എന്ന വിമർശനം ഉയർന്നു വന്നു. അതിനാണ് ശ്വേതാ മേനോൻ മറുപടി പറഞ്ഞത്. ഒരു രാഷ്ട്രീയത്തോടും താൻ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയോ അല്ലെങ്കിൽ അവരുടെ പിന്തുണ തേടിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത്തരം വിമർശനങ്ങൾ ശരിയല്ല. തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബ്രാൻഡ് ചെയ്യാനോ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് ബിജെപിക്കാരിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ശ്വേതാ മേനോൻ പറയുന്നതിന് പിന്നിൽ എന്താണ് സജോ? മാധു, അതായത് നേരത്തെ ഉയർന്നു വന്ന ഒരു വിമർശനം, തിരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ചില ചർച്ചകളെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ പൊതുസമൂഹത്തിനിടയിലുണ്ട്, അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ഉയർന്നു വന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് താരങ്ങളായ സ്ഥാനാർത്ഥികളെ മുന്നണികൾക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടൊരു വിമർശനമാണ്. ആ വിമർശനം ഇങ്ങനെയാണ്: ബി.ജെ.പിക്ക് താരങ്ങളായ ചില സ്ഥാനാർത്ഥികളെ, ബി.ജെ.പിക്കല്ല എൻ.ഡി.എക്ക് താരങ്ങളായ ചില സ്ഥാനാർത്ഥികളെ ലഭിക്കുന്നു. അത് കൂടുതലും 2020 അനുകൂലം 2020 സ്ഥാനാർത്ഥികളായാണ് വന്നത്. അതിൽ താരസംഘടനയ്ക്ക് മനസ്സറിവുണ്ടായിരുന്നു എന്നൊരു വിമർശനമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആരെയും അതിൽ ശ്വേതാ മേനോൻ പറഞ്ഞത്, അതിനെക്കുറിച്ച് ഒരറിവും തങ്ങൾക്കില്ല. അവരെ താരങ്ങൾ സ്ഥാനാർത്ഥികളാവുകയോ ആവാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ താല്പര്യവും ഇഷ്ടവുമാണ്. അതിൽ താരസംഘടനയ്ക്ക് റോളൊന്നുമില്ല. അവർ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അങ്ങനെ ചില താരങ്ങൾ സ്ഥാനാർത്ഥികളായി വന്നു. അതിലൊരു താരത്തിന് മത്സരിക്കാൻ കഴിയാതെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 2020 സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടവരും മത്സരിച്ചവരും ഒക്കെയായി താരങ്ങൾ സ്ഥാനാർത്ഥികളായി വന്നു. എന്ന് വെച്ചാൽ NDAയുടെ സ്ഥാനാർത്ഥികളായി ചില താരങ്ങൾ, സംഘടനാ അംഗങ്ങൾ കൂടിയായ താരങ്ങൾ മത്സര രംഗത്തേക്ക് വന്നിരുന്നു. അതിൽ ചില ചർച്ചകൾ താരസംഘടനയുടെ തലപ്പത്തുള്ളവരുമായി നടന്നു എന്നൊരു ആരോപണമാണ്. അത് തെറ്റായ ആരോപണമാണ്. അങ്ങനെ ഒരു ആരോപണമില്ല. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഡീലില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഡീലില്ല. അതൊക്കെ തെറ്റായ പ്രചാരണമാണ് എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. സജോദിപ്പോ പരിഹാരമില്ലാതെ നീളുകയാണല്ലോ. ആരൊക്കെയാണ് സമവായത്തിൽ? ഇപ്പോൾ മോഹൻലാൽ അടക്കം വൈകാരികമായി പ്രതികരിച്ചു എന്ന വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നടൻ മോഹൻലാൽ, അതായത് ഏറ്റവും മുതിർന്ന താരം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സംഘടനയെ നേരത്തെ നയിച്ചിരുന്ന ആൾ എന്ന നിലയ്ക്ക്, മറ്റ് താരങ്ങളുടെ വലിയ അസാന്നിധ്യമുണ്ട്. പ്രധാനപ്പെട്ട യുവതാരങ്ങൾ, നടിമാരായിട്ടുള്ള വനിതാ താരങ്ങൾ, അങ്ങനെ തുടങ്ങി വലിയൊരു വിഭാഗം ആളുകൾ വിട്ടുനിൽക്കുകയാണ്. മോഹൻലാൽ പറഞ്ഞത് താൻ പക്ഷം പിടിക്കാനില്ല, പക്ഷെ സംഘടനയെ തകർക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയുള്ള ഈ സംഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കും വിധമല്ല പോകേണ്ടത്. ഒരു സമവായത്തോടുകൂടി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. താൻ ഒരു പക്ഷവും പിടിക്കാനില്ല. പ്രശ്നം പരിഹരിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്.